ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നലെ രാവിലെ ഞങ്ങൾ മണ്ണാറശാല അമ്പലത്തിലൊന്ന് പോയി. കുറേ നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു അമ്പലത്തിലൊന്ന് പോകണമെന്നുള്ളത്. അപ്പം പോകാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും ദുർഗയും കൂടെ പ്ലാൻ ചെയ്തു നമുക്ക് ഇന്ന ദിവസം പോകാമെന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ആ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയി, ഭഗവാനെ കണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് ഒരുങ്ങിയത്. പക്ഷേ ഇതിനകത്തൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ ആ സന്തോഷമായിട്ട് പോയ ദിവസത്തിന് ഞങ്ങൾക്ക് വളരെ വലിയൊരു സങ്കടം ഉണ്ടായി. അതെന്താണെന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, കുഞ്ഞുമായിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കും കുഞ്ഞിങ്ങനെ തോക്കൊക്കെ വാങ്ങിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പം ഏതോ ഒരു പൂച്ച, അവിടെ നിന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ് അവിടെയുള്ളവർ പറഞ്ഞത്. പൂച്ച ചാടി കുഞ്ഞിൻ്റെ മേത്തോട്ട് കയറി. ഒന്നും ചെയ്തില്ല, അത് ആ തോക്കെ പിടിക്കാൻ വേണ്ടി ചാടിയത്. പക്ഷേ അതിൻ്റെ നാമം ചെറുതായിട്ടൊന്ന് കുഞ്ഞിൻ്റെ കയ്യെ കൊണ്ടൊന്ന് വരഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. വളരെ സങ്കടമായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ ഓക്കെയാണ്. ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് വഴക്കൊക്കെ ഉള്ളായിരുന്നു. അതായിരുന്നു ഇന്നലെ ഞങ്ങളുടെ ഒരു അമ്പല ദർശനത്തിൻ്റെ അവസാന സമയങ്ങളും സങ്കടവും ആദ്യത്തെ സന്തോഷവും. അയ്യോ, എന്തായാലും ഇന്നലത്തെ ബാക്കി സമയങ്ങൾ ഞങ്ങൾ വല്ലാതെ ഉരുകിപ്പോയി. എന്തായാലും ആശുപത്രിയിൽ ആ ഒരു കുറച്ച് സമയം കുഞ്ഞിൻ്റെ കാർച്ച, അവന് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഉള്ള പേടി, ടെൻഷൻ, നഴ്സുമാരെ കാണുമ്പോഴുള്ള കാർച്ച എല്ലാം കൂടെ ഭയങ്കര ടഫായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളും അത്രയും നേരം ഒരു ജോബിൽ പോയതല്ലേ, ഇപ്പം നമ്മളും ഭയങ്കരമായിട്ട് ടയർഡാണ്. കുഞ്ഞിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നതിലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ, കൊച്ചു കുഞ്ഞല്ലേ, അവൻ ഭയങ്കര കരച്ചായിരുന്നു. ഒരു വിധത്തിലൊക്കെ ഞങ്ങളത് തരണം ചെയ്തു. എന്തായാലും എൻ്റെ കൂട്ടത്തിൽ കട്ടയ്ക്ക് ദുർഗാമ്മ ഉണ്ടായിരുന്നു. അവളും വീട്ടിൽ പോകാതെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നവരെ നിന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായി. അപ്പം എന്തായാലും ദുർഗാമ്മയ്ക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. ആശുപത്രിയിൽ നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞു.